ദിലീപേട്ടൻ്റെ കേസിലടക്കം ദിലീപേട്ടൻ നിരപരാധിയാണ് എന്ന രാഹുൽ കേസിൽ ദിലീപേട്ടൻ കേസിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ നിലപാട് എന്താണ്? ഇത് അദ്ദേഹം അന്നത്തെ പ്രശ്നം നടക്കുമ്പോൾ തന്നെ ആ പ്രശ്നത്തിൽ തന്നെ അദ്ദേഹത്തെ ഈ ഒരു എന്താ പറയുക മാനുഷിക പരിഗണന കൊടുക്കാത്ത ഞാനവിടെ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കലും പാളയത്തൊക്കെ നല്ല രീതിയിൽ ശക്തമായിട്ട് സമരം നടത്തിയ ആ സമയമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ചാനൽ ചർച്ചകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇതാണ്ട് ഇപ്പൊ 1-2 പേര് ഉടായിപ്പുമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. പൾസർ സുനി ഇങ്ങനെ ഇത്രയും 8-7 വർഷത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നിട്ട് അദ്ദേഹം പുറത്തിറങ്ങി വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ടത് ഇദ്ദേഹത്തിന്റെ കാശ് കിട്ടുന്നു? എവിടെ നിന്നാണ് ഈ കാശ്? ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഒളി ക്യാമറ വെച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നുണ്ടോ? കോമഡി അല്ലേ റിപ്പോർട്ടർ? ല്ലേ മൊത്തം നമുക്ക് കണ്ടാലറിയില്ല എന്താ അയാള് ഒളി ക്യാമറ വെച്ചാണോ എടുത്തിരിക്കുന്നത്? ഇനിയിപ്പോ ജഡ്ജ്മെന്റ് വിധി വരാൻ പോവുകയാണ്. വിധി വരുമ്പോ ഇദ്ദേഹത്തെ ദിലീപിനെ ശുദ്ധയാക്കി വിടും. മാനസിക ടെൻഷൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ സ്വത്തുകൾ മൊത്തം പോയില്ലേ, നശിച്ച അദ്ദേഹമല്ലേ. ഇതേ പുട്ടെന്ന് പറയുന്നത് കയറി അടിച്ച് നാശമാക്കിയില്ലേ. എന്തല്ല അദ്ദേഹത്തിന്റെ ബിസിനസ് കംപ്ലീറ്റ് തകർന്നു കളഞ്ഞില്ലേ. അപ്പോൾ ദിലീപേട്ടൻ തിരിച്ചു വരും തന്നെയാണോ പറയുന്നത്? തീർച്ചയായിട്ടും തിരിച്ചു വരും. ഇപ്പം തകർക്കാൻ പറ്റിയെന്നിരിക്കും കുറച്ചൊക്കെ, പക്ഷെ അത് കൃത്യമായിട്ട് വരും. നമ്മുടെ നിരപരാധിയാണ്. അന്ന് നടന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തൊന്നുമില്ലായിരുന്നു. കേസ് അന്വേഷിച്ചാൽ എഡിയുമായിട്ടുള്ള വാക്ക് തർക്കവും മറ്റു കാര്യങ്ങളുമാണ്. അത് ഒരു ഈഗോയുടെ പുറത്താണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ അതുപോലും ഉണ്ടാകില്ല. താങ്ക് യു. രാഹുൽ ഈശ്വരനും പറ്റി ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ദിലീപിന്റെ കേസുമായിട്ട് ഇറങ്ങിയപ്പോൾ ദിലീപ് എനിക്ക് കാശ് തന്നു. ഇതൊക്കെ ലോക വിഡിത്തമല്ലേ? നമ്മുടെയൊക്കെ അക്കൗണ്ട് പരിശോധിച്ചാൽ മതി, നമുക്ക് അറിയാം. രാഹുൽ ഈശ്വരൻ അന്തസ്സായിട്ട് ജോലിയുണ്ട് അദ്ദേഹത്തിന്.